നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ലോക പരിസ്ഥിതി ദിനം പുത്തൂർ പഞ്ചായത്ത് തല ആഘോഷങ്ങൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനം മാന്നാമംഗലം വനം വകുപ്പ് വിവിധ വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഉപഭോക്തൃ കർഷക ഏകോപന സമിതി മേഖലാ കമ്മിറ്റി രൂപീകരിച്ച യോഗം സംസ്ഥാന പ്രസിഡന്റ് AB ശങ്കരൻ വരവൂർ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ 11ാം വാർഷികം വിവിധ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നടത്തിയ ശില്പശാല കുമ്മനം രാജശേഖരനും ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ജൂൺ 5 പരിസ്ഥിതി ദിനാഘോഷം. പുത്തൂർ പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാഘോഷം പുത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിച്ചു. പുത്തൂർ സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ്, സ്കൂൾ പ്രിൻസിപ്പൽമാരായ ടിനോ മൈക്കിൾ, മരകതം, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പോൾ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജിഷ, രാഹുൽ, സ്കൂൾ ഹെഡ് മിസ്റ്റർ സുനിത, PTA പ്രസിഡന്റ് സുധീർ കുണ്ടായി, സീനിയർ ക്ലർക്ക് സജിത, കുടുംബാരോഗ്യ പ്രവർത്തകർ, സ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ശുചിത്വ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ബോധവൽക്കരണ റാലി, കുട്ടികളുടെ ഫ്ലാഷ് മോബ് എന്നിവയും സംഘടിപ്പിച്ചു. നമ്മൾ പരിസ്ഥിതി ദിനാചരണം കൊണ്ടാടാറുണ്ട്. ഈ വർഷവും നമ്മൾ ഇവിടെ ഏറ്റെടുത്തത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 100% കൈവരിച്ച് വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളോടാണ് കൂടുതൽ പറയാൻ. വളർന്നു വരുന്ന ഭാവി തലമുറയാണ് അത് ഏറ്റവും കൂടുതൽ കാത്തു സംരക്ഷിക്കപ്പെടേണ്ടത്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ വിഭവങ്ങളും നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി ഇന്ന് നമ്മൾ കാണുന്ന പ്രകൃതിയെ നോവിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പം നമുക്ക് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളും വ്യതിയാനങ്ങളൊക്കെ വരുന്നത് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നത് മൂലമാണ്. അതിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്കുള്ള സസ്യജാലങ്ങളെ വെച്ചുപിടിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ സ്കൂളിൽ ഇപ്പോൾ തൈക്കളൊക്കെ വെക്കുന്നുണ്ട്. അത് നന്നായി നോക്കി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ഇവിടെ മാത്രമല്ല, നമ്മുടെ വീടുകളിലായാലും ആ ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾ ഏർപ്പെടണം. നമ്മുടെ ചുറ്റുപാടുമുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. മരങ്ങൾ മുറിക്കുമ്പോൾ, ഒരു മരം മുറിക്കുമ്പോൾ 5 മരമെങ്കിലും വെക്കണമെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞത്.
പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മാന്നാമംഗലം വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കുട്ടനല്ലൂർ സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ, അഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാരമുക്ക് SNG-HSS സ്കൂളുകളിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. മാന്നാമംഗലം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ M. ഷാജഹാൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പ്രവീൺ A. നായർ, ഷിജു KS എന്നിവർ ക്ലാസ്സെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽമാരായ അനു, സുനിത എന്നിവർ ലോക പരിസ്ഥിതി ദിന സന്ദേശം നൽകി. താമരവെള്ളച്ചാൽ, വല്ലൂർ ഉന്നതികളിൽ വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകളും നട്ടു. ജന്മദിനങ്ങൾ, നമ്മുടെ സ്വാതന്ത്ര്യ ദിനം, നമ്മുടെ റിപ്പബ്ലിക് ദിനം, മറ്റേ പ്രധാന ദിനങ്ങളിലൊക്കെ കൂടി അതുപോലെ നമ്മൾ പ്രകൃതിക്ക് വേണ്ടിയാണ് നമ്മുടെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ ആഘോഷിക്കുകയൊക്കെ ചെയ്യും. അതേപോലെ പ്രകൃതിക്ക് വേണ്ടി, ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ദിനം ആചരിക്കുകയാണ്. അതാണ് ഇത് പരിസ്ഥിതി ദിനം ജൂൺ 5. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു ദിനം നമ്മൾ ആചരിച്ചു വന്നത്? ഇതെന്തുകൊണ്ടാണ് നമ്മൾ ആചരിച്ചു തുടങ്ങിയെന്ന് അറിയോ നിങ്ങൾക്ക്? 1972 വെച്ചിട്ടാണ് അതിൽ പരിസ്ഥിതി ദിനത്തിൽ മുല്ലക്കരയിൽ മുല്ല വസന്തം വിരിയിക്കാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുല്ലത്തൈ വിതരണം. മുല്ലക്കര എന്ന നാമം വരുന്നതിന് കാരണം പ്രദേശത്ത് മുഴുവനും മുല്ലയായിരുന്നു. മുല്ലത്തൈകൾ ഇപ്പോൾ വളരെ കുറച്ചു മാത്രമാണുള്ളത്. പരിസ്ഥിതി ദിനത്തിൽ മുല്ലക്കരയിൽ മുല്ല വസന്തം തീർക്കാൻ ഒരുമിച്ച് കൈകോർക്കാം പരിപാടിയുടെ ഭാഗമായി മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലക്കര തോട്ടപ്പടി സെന്ററിൽ വെച്ച് സൗജന്യമായി മുല്ലത്തൈകൾ വിതരണം ചെയ്തു. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ പഴമക്കാരിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ മുല്ലക്കര എന്ന് പേര് വരുന്നതിന് പ്രധാന കാരണം തന്നെ ഈ പ്രദേശത്ത് നിറയെ മുല്ലയായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പേര് ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി മുല്ലക്കരയുടെ വിവിധ പ്രദേശങ്ങളായ വെട്ടിക്കൽ, ഡോൺ ബോസ്കോ, മുളയം റോഡ്, ആറാങ്കല്ല്, ജീടിപ്പടി, തോട്ടപ്പടി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ മുല്ല നടുന്നതിന് വേണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഇവിടുത്തെ ബൂത്ത് പ്രസിഡന്റുമാർക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓട്ടോ ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ INDUC
നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയ ആളുകൾക്കാണ് ഇന്നിവിടെ നമ്മൾ വിതരണം ചെയ്തത്. തന്നെയുമല്ല, ഈ പ്രദേശത്ത് ഒരു 4 മുല്ല തൈകളും നമ്മളിവിടെ നടുന്നുണ്ട്. ബാക്കി നാളെ രാവിലെ 5-ാം തീയതി രാവിലെ പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് മുഴുവൻ മുല്ല നട്ടുകൊണ്ട് ഈ പ്രദേശത്തെ മുല്ലക്കരയെ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമാണ്. ഈ ശ്രമം നമ്മൾ എല്ലാ വർഷവും ഈ ദിനത്തിൽ ഇപ്രാവശ്യം കൊടുത്തതിൻ്റെ ഇരട്ടി മുല്ലത്തൈകൾ നമ്മൾ നടും. അതിനുള്ള ഒരു പ്രയത്നം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മുല്ലക്കരയിൽ പരിസ്ഥിതി ദിനാചരണവും പ്ലാസ്റ്റിക് വിരുദ്ധ പ്രതിജ്ഞയും നടന്നു. മഹല്ല് ഖത്തീബ് അബ്ദുൾ കബീർ നിസാമി, ജനറൽ സെക്രട്ടറി മൊയ്തീൻ മുല്ലക്കര, ട്രഷറർ TS ഷൈജിബുദ്ദീൻ, സ്വദർ മുഅല്ലിം, നൌഷാദ് സൈദി എന്നിവർ തൈ നടലിന് നേതൃത്വം നൽകി. മദ്രസ വിദ്യാർത്ഥി ബിലാൽ പ്ലാസ്റ്റിക് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറച്ച് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് ഖത്തീബ് അബ്ദുൾ കബീർ നിസാമി സന്ദേശമായി പറഞ്ഞു. മദ്രസ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് തേർമ്പിൽ രാമകൃഷ്ണന് പിറന്നാൾ ദിനത്തിൽ ജനകീയ സമരത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകം സമ്മാനിച്ച് ആശംസകൾ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ കൈനൂർ ഗ്രാമത്തെ മലിനീകരണത്തിലേക്ക് തള്ളിവിട്ട KLD ബോർഡിന്റെ പന്നി വളർത്തൽ കേന്ദ്രത്തിനെതിരെ ഗ്രാമവാസികൾ അമ്മമാരുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ 4 വർഷക്കാലം നീണ്ടുനിന്ന സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. 2002 മുതൽ 2007 വരെ പ്രസ്തുത സമരത്തെ പ്രശ്നപരിഹാരത്തിനെത്തിക്കാൻ ഗ്രാമത്തെ മലിനീകരിക്കുന്ന സർക്കാർ സ്ഥാപനം മാറ്റാൻ ആവശ്യമായ ചർച്ചകൾ നടത്താൻ മുൻകൈയെടുത്തതിന് അന്നത്തെ MLAയും നിയമസഭാ സ്പീക്കറുമായിരുന്ന അഡ്വക്കേറ്റ് തേർമ്പിൽ രാമകൃഷ്ണനാണ്. തന്റെ നിയോജക മണ്ഡലത്തിലെ പ്രശ്നമല്ലാതിരുന്നതുകൂടി ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കിയ അദ്ദേഹം ഗ്രാമത്തെ മാലിന്യമുക്തമാക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകി. ഒരു ഘട്ടത്തിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് ഈ സമരത്തിന് നിരാഹാരം പ്രഖ്യാപിച്ചു. വാർദ്ധക്യകാലത്ത് അഴീക്കോടിനെ നിരാഹാര സമരം നടത്തേണ്ടി വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടും കൈനൂർ ഗ്രാമം മാലിന്യമുക്തമാക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് തേർമ്പിൽ രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാര ശ്രമങ്ങൾ നടന്നു. 5 വർഷക്കാലം നീണ്ടുനിന്ന സമരത്തെ ആസ്പദമാക്കി സമരസമിതിയുടെ ഐക്യദാർഢ്യ സമിതി കൺവീനറും ഗാന്ധിമാർഗ പ്രവർത്തകനുമായ M. പീതാംബരൻ മാസ്റ്റർ രചിച്ച പുസ്തകം ജനകീയ സമരങ്ങളും മുന്നേറ്റങ്ങളും ഗാന്ധിമാർഗം സമീപനം എന്ന പുസ്തകം അഡ്വക്കേറ്റ് തേർമ്പിൽ രാമകൃഷ്ണന് സമ്മാനിച്ച് പിറന്നാൾ ആശംസകൾ അറിയിച്ചു. ഉപഭോക്തൃ കർഷക ഏകോപന സമിതി പുത്തൂർ മേഖലാ യൂണിറ്റ് രൂപീകരിച്ചു. പുത്തൂർ സെന്ററിൽ വായ്ക്കാട്ടിൽ ഓഡിറ്റോറിയത്തിൽ പുത്തൂർ, നടത്തറ, മാന്നാമംഗലം, മരത്താക്കര, മരോട്ടിച്ചാൽ, പീച്ചി പ്രദേശങ്ങളിലെ കർഷക കൂട്ടായ്മ പൊതുയോഗം സമിതി സ്റ്റേറ്റ് പ്രസിഡന്റ് AB ശങ്കരൻ വരവൂർ ഉദ്ഘാടനം ചെയ്തു. മുൻ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV മുരളീധരൻ അധ്യക്ഷനായി. സമിതി ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ ചെമ്പൂക്കാവ് പ്രവർത്തന രൂപരേഖ അവതരിപ്പിച്ചു. സ്റ്റേറ്റ് സമിതി അംഗങ്ങളായ സുനിൽ ഒറ്റപ്പാലം, PG ശശിധരൻ, V നാരായണൻകുട്ടി, കർഷക നേതാക്കളായ വാസുദേവൻ പോലുവളപ്പിൽ, ബിജി ബാലൻ, സെബി ചുരയത്ത്, വാർഡ് മെമ്പർ ബിന്ദു സേതുമാധവൻ, സുരേന്ദ്രൻ, M. ഹരിദാസ് പുത്തൂർ, മോഹനൻ കള്ളാടത്തിൽ, രവി കാട്ടുങ്ങൽ, സ്വപ്ന സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വിഷലിപ്തമായ പച്ചക്കറി ഉപയോഗത്തിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ സമിതിയുടെ മേൽനോട്ടത്തിൽ വ്യാപകമായ കൃഷി ആരംഭിക്കാനും കർഷകർ തന്നെ നേരിട്ട് വിപണനം ചെയ്യാനും തീരുമാനിച്ചു. അതിവിപുലമായ വ്യത്യസ്ത ഇനം കൃഷി ഇറക്കുന്നതിന് മതിയായ ജലസേചനം ഉറപ്പുവരുത്താൻ മേഖലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൃഷിവകുപ്പും മുന്നോട്ട് വരണമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. വന്യമൃഗങ്ങളിൽ നിന്നും കർഷകരെയും കൃഷിയെയും സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ കർഷക സമിതി നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിയമ നടപടിക്ക് തുനിഞ്ഞാൽ ശക്തമായി നേരിടുമെന്നും ഉപഭോക്തൃ കർഷക ഏകോപന സമിതി പുത്തൂർ മേഖലാ യൂണിറ്റ് മുന്നറിയിപ്പ് നൽകി. വായിച്ചറിഞ്ഞ പ്രകൃതി ദുരന്തങ്ങൾ ഇന്ന് നേരനുഭവങ്ങളായി മാറിയെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പരിസ്ഥിതി ദിനത്തിൽ സാമ്പത്തിക സ്ഥിതിവിവരണ കണക്ക് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലം തെറ്റുന്ന കാലാവസ്ഥ എന്ന വിഷയത്തിൽ റിട്ടയേർഡ് അഗ്രോ ക്ലൈമറ്റോളജിസ്റ്റ് ഡോക്ടർ ഗോപകുമാർ ചോലയിൽ സെമിനാർ അവതരിപ്പിച്ചു. സാമ്പത്തിക സ്ഥിതിവിവരണ വകുപ്പ് തൃശൂർ ജില്ലാ ഓഫീസ് തയ്യാറാക്കിയ എ റിപ്പോർട്ട് ഓഫ് പൊല്യൂഷൻ ഇംപാക്ട് അപ്പോൺ എൻവയൺമെന്റ് എന്ന പുസ്തകം ജില്ലാ കളക്ടർ പ്രകാശനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയും ക്വിസ് മത്സരവും നടത്തി. സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പ് ഡയറക്ടർ GS രജത് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. റിസർച്ച് ഓഫീസർ MJ ജസ്റ്റിൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി, റിസർച്ച് ഓഫീസർ V മനോജ്, അഡീഷണൽ ജില്ലാ ഓഫീസർ പ്രകാശൻ തുടങ്ങിയവരും സംസാരിച്ചു. മതിക്കുന്ന് ഗ്രാമീണ വായനശാല പൊന്നൂക്കരയുടെ നേതൃത്വത്തിൽ ഫലവൃക്ഷ തൈകളും പുത്തൂർ പഞ്ചായത്ത് കൃഷിഭവനിൽ നിന്ന് ലഭ്യമായ പച്ചക്കറി തൈകളുടെയും വിതരണ ഉദ്ഘാടനവും പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ചടങ്ങ് പുത്തൂർ പഞ്ചായത്ത് ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ KN ശിവൻ ഉദ്ഘാടനം ചെയ്തു.
സെക്രട്ടറി CD ആന്റോ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് CD സന്തോഷ് അധ്യക്ഷനായി. കമ്മിറ്റി അംഗം NG തിലകൻ ആശംസകൾ അറിയിച്ചു. MS ജയപ്രകാശ് നന്ദി രേഖപ്പെടുത്തി. മണ്ണുത്തി CMS LP സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക അരുണ ഫ്രാൻസിസ് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി. സാമൂഹിക പ്രവർത്തകൻ സുന്ദരൻ PV ഉദ്ഘാടനം നിർവഹിച്ചു. വൃക്ഷത്തൈ നടുകയും റാലി, പ്രസംഗം, ക്വിസ് മത്സരം, സ്കിറ്റ് എന്നിവയും സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ഷിൻഡോ ജെയിംസ് നന്ദി അറിയിച്ചു. ഇതൊന്നും അറിയാതെ ആ മരത്തിന് ചുറ്റും ആ തുളസിക്കാനെത്തിക്കുന്ന പൂത്തുപ്പിക്കുട്ടം ചൂടിൽ നിന്ന് ആശ്വാസം തേടി മരത്തണലിലെത്തിയ ആ സ്ത്രീ മരത്തിന്റെ സ്വന്തം ജന്മദിനത്തിൽ മുൻ സ്പീക്കർക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് മേയർ MK വർഗീസ്. 30 വർഷക്കാലം MLA ആയിരുന്ന തേരമ്പിൽ രാമകൃഷ്ണന് പിറന്നാൾ ആശംസകൾ നേർന്ന് മേയർ. ജന്മനാൾ പ്രകാരം ജനനതീയതി ജൂൺ 4 ആണ്. മേയർ MK വർഗീസിന്റെ പിറന്നാൾ ഒരേ ദിവസമാണ്. ഇത് രണ്ടും ഒന്നിച്ചു വരുന്നത് ആദ്യമാണ്. 30 വർഷം തുടർച്ചയായി തൃശൂരിൽ നിന്ന് നിയമസഭാ സാമാജികനായും സ്പീക്കറായും തൃശൂരിന്റെ ശബ്ദമായ തേരമ്പിൽ രാമകൃഷ്ണന് വീട്ടിലെത്തിയാണ് മേയർ പൂച്ചെണ്ട് നൽകി ആശംസകൾ അറിയിച്ചത്. സ്വന്തം ജന്മദിനത്തിൽ തൃശൂരിന്റെ ജനമനസ്സിൽ ഇടം പിടിച്ച സാമാജികന് ജന്മദിന ആശംസകൾ അർപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹത്തിന് ദീർഘായുസ് നേരുന്നതായി മേയർ അറിയിച്ചു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തും മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിലെ NSS യൂണിറ്റും സംയുക്തമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കാർബൺ എമിഷന്റെ അളവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാർ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചു. ഡോൺ ബോസ്കോ കോളേജിൽ നിന്ന് ആരംഭിച്ച പരിപാടി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. ഡോൺ ബോസ്കോ കോളേജ് മാനേജർ ഫാദർ സിറിൽ എടമനം SDB അധ്യക്ഷത വഹിച്ചു. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മേരി തെരേസ, പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പ്രജി AC, മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജിമ്മി ജോർജ് SDP, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സുരേഷ് ബാബു, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സന്തോഷ് കുമാർ MP, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഷൈൻ MD, ഡോൺ ബോസ്കോ കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ അജീഷ് AS, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ലിയ മത്തായി എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു.
ഡോൺ ബോസ്കോ കോളേജിൽ നിന്നും ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സന്ദേശ റാലിയും ഫ്ലാഷ് മോബും ഫലവൃക്ഷ തൈ വിതരണവും സംഘടിപ്പിച്ചിരുന്നു. പ്രകൃതി ചൂഷണത്തെ എതിർത്ത് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് പൗരന്റെ കടമയാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. കോൺഗ്രസ് സേവാദൾ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷം DCC അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു ദിവസത്തെ മാത്രം ഉത്തരവാദിത്വമല്ല, നാം ജീവിക്കുന്ന ഭൂമിയിലെ നടുന്ന ഓരോ തൈയും വരാനിരിക്കുന്ന തലമുറയുടെ കാവൽ വിളക്കുകളാണെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. സേവാദൾ ജില്ലാ പ്രസിഡന്റ് PD റപ്പായി അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ്, DCC ജനറൽ സെക്രട്ടറിമാരായ KK ബാബു, KH ഉസ്മാൻ ഖാൻ, ഷാഹിദ റഹ്മാൻ, സേവാദൾ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ആൻഡ്രൂ ജേക്കബ്, ബാബു ജോസഫ് പുത്തനങ്ങാടി, റോണി കുര്യൻ, ജിമ്മി ചാലക്കുടി, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, ബിന്ദു കുമാരൻ എന്നിവർ പങ്കെടുത്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ 11ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കുള്ള സംസ്ഥാനതല ശില്പശാല മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റുന്ന തരംതാഴ രാഷ്ട്രീയമാണ് കേരള സർക്കാർ നടത്തുന്നത്. വികസനത്തിനു വേണ്ടി കേന്ദ്രം ധാരാളം പണം നൽകുന്നു, അത് വിനിയോഗിക്കാൻ തയ്യാറാകുന്നില്ല. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P സുധീർ അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച ദേശീയ ജനറൽ സെക്രട്ടറി രോഹിത് ചഹൽ വിഷയാവതരണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് N രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, രേണു സുരേഷ്, ജില്ലാ പ്രഭാരി MV ഗോപകുമാർ, തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ V ആതിര, സുധീഷ് മേനോത്തുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഇവിടുത്തെ സടക്ക് യോജന എന്ന് പറഞ്ഞ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് വേണ്ടി NHന്റെ വികസനത്തിന് വേണ്ടി, സ്റ്റേറ്റ് ഹൈവേയുടെ വികസനത്തിന് വേണ്ടി ഒക്കെ പണം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട വിധത്തിൽ ചെലവഴിക്കുന്നു. ചെലവഴിച്ചതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊക്കെ ഞങ്ങൾ ചെയ്തതാണ്. 3 കാര്യങ്ങളാണ്. ഒന്നുകിൽ നഷ്ടപ്പെടുത്തും, അല്ലെങ്കിൽ വകമാറ്റും, അല്ലെങ്കിൽ ചെയ്തിട്ട് അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കും. ഈ ഇത്രയും കാര്യങ്ങളാണ് കേരളം. കോർപ്പറേഷനിലെ ആധുനിക പാർക്കിംഗ് സംവിധാനം തകർന്ന സംഭവം വിജിലൻസ് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. തൃശൂർ കോർപ്പറേഷൻ കോമ്പൗണ്ടിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തതും 1 കോടി രൂപ ചിലവ് ചെയ്ത് നിർമ്മിച്ച ആധുനിക കാർ പാർക്കിംഗ് സംവിധാനം പ്രവർത്തിച്ച് 2 ആഴ്ച പിന്നിടുമ്പോഴേക്കും കമ്പികൾ തകർന്ന് ഒടിഞ്ഞ് കാർ ചെരിഞ്ഞ് വടം പൊട്ടി അപകടത്തിലായ സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ കാർ പാർക്കിംഗിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. 2 ദിവസം മുൻപ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്റെ തന്നെ ഏറ്റവും മുകളിലിട്ടിരുന്ന കാർ പാർക്കിംഗ് ചെയ്തിരുന്ന സ്ഥലത്തെ 13 കമ്പികൾ ഒടിഞ്ഞ് കാർ ചെരിഞ്ഞു നിന്ന അവസ്ഥയിലായിരുന്നു. വാഹനങ്ങൾക്ക് കൂടുതൽ കേടുപാടുകൾ ഉണ്ടാവുകയും സംവിധാനത്തിന് ബലക്ഷയമുണ്ടെന്ന് കൌൺസിലിലും ഏപ്രിൽ 28-ന് മാധ്യമങ്ങളിലൂടെയും കോർപ്പറേഷനിലും രേഖപ്രകാരം കത്ത് നൽകിയിരുന്നു. പ്രതിപക്ഷ നേതാവ് കൌൺസിലിൽ ഉന്നയിച്ചപ്പോൾ മേയർ പരിഹസിച്ചു. തൃശൂർ കോർപ്പറേഷൻ LDF ഭരണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉപനേതാവ് EV സുനിൽ രാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ, കൌൺസിലർമാരായ മേഫി ഡെൽസൺ, ലാലി ജെയിംസ്, സുനിത വിനു, നിമ്മി റപ്പായി എന്നിവരും പങ്കെടുത്തിരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ ജൂൺ 3-ന് വൈവിധ്യമാർന്ന പരിപാടികളോടെ പ്രവേശനോത്സവം ആഘോഷിച്ചു. സ്കൂൾ കോർഡിനേറ്റർ റിജോ ജോർജ് സന്നിഹിതനായ വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്തു. സ്കൂളിന്റെ റെക്ടറും മാനേജരും മുൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയറുമായ ഫാദർ ജോയ്സ് താണിക്കുഴിയിൽ ഭദ്രദീപം കൊളുത്തി. സ്കൂളിന്റെ പ്രിൻസിപ്പാളായി നിയമിതനായ ഫാദർ വിപിൻ ഇളമ്പശ്ശേരിക്ക് സ്വീകരണം നൽകി. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ടോമി ചിറക്കൽ, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബിന്നി, PTA പ്രസിഡന്റ് ഡോക്ടർ ആന്റോ ചിറമൽ എന്നിവർ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുതുഭാവുകങ്ങളേകി സംസാരിച്ചു. അധ്യാപിക ബിനു വർഗീസ് നന്ദി പ്രകാശനം നടത്തി. പുതിയ അധ്യാപകർക്കും വരവേൽപ്പ് നൽകി. പഠനോപകരണങ്ങളുടെ ആശീർവാദ കർമ്മവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ചടങ്ങിൽ നടന്നു. സീനിയർ ജേർണലിസ്റ്റ് ദേശീയ സമ്മേളനത്തിന് വിളംബരമായി. സീനിയർ ജേർണലിസ്റ്റ് ഫോറം നാഷണൽ കോൺഫറൻസിന്റെ വിളംബരം തൃശൂർ പ്രസ് ക്ലബ്ബിൽ P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 20-21 തീയതികളിൽ തിരുവനന്തപുരത്താണ് പ്രഥമ ദേശീയ സമ്മേളനം. ഫോറം സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ്
സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. ഫോറം സംസ്ഥാന പ്രസിഡന്റ് അലക്സാണ്ടർ സാം, ജനറൽ സെക്രട്ടറി KP വിജയകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഹക്കീം നട്ടാശ്ശേരി, ഹരിദാസൻ പാലായിൽ, സംസ്ഥാന സെക്രട്ടറി ഫ്രാങ്കോ ലൂയിസ്, തൃശൂർ ജില്ലാ സെക്രട്ടറി ജോയ് M മണ്ണൂർ, വൈസ് പ്രസിഡന്റ് VM രാധാകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി K കൃഷ്ണകുമാർ, നേതാക്കളായ ശശിമോഹൻ, സരിത വർമ്മ എന്നിവർ പ്രസംഗിച്ചു. തൊഴിൽ തേടി അലഞ്ഞ് ഒടുവിൽ ജനജിഹ്വയായ പത്രങ്ങൾ വിതരണം ചെയ്യുന്നതിലൂടെ ജീവനോപാധി കണ്ടെത്തിയ ബാലന്റെ കഥ പറയുന്ന ന്യൂസ് പേപ്പർ ബോയ് സിനിമയുടെ പോസ്റ്ററിനെ പ്രമേയമാക്കിയാണ് വിളംബര പോസ്റ്റർ ഒരുക്കിയത്. മലയാളത്തിലെ ആദ്യ നിയോ റിയലിസ്റ്റിക് ചലച്ചിത്രമായ ന്യൂസ് പേപ്പർ ബോയ് 70 വർഷം മുൻപ് സംവിധായകൻ P രാമദാസന്റെ നേതൃത്വത്തിൽ തൃശൂരിലെ ഒരു സംഘം വിദ്യാർത്ഥികളാണ് പുറത്തിറക്കിയത്. അടുത്ത ആഴ്ചകളിലായി എല്ലാ ജില്ലകളിലും ദേശീയ സമ്മേളനത്തിന്റെ വിളംബര പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജനറൽ സെക്രട്ടറി KP വിജയകുമാർ അറിയിച്ചു. ദേശാഭിമാനി തൃശൂർ യൂണിറ്റ് ന്യൂസ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് വിരമിച്ച ES സുഭാഷ് സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിൽ അംഗത്വമെടുക്കുന്നതിന് നൽകിയ അപേക്ഷ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP വിജയകുമാർ ഏറ്റുവാങ്ങി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. ശതാഭിഷിക്തനായ ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ രക്ഷാധികാരിയും മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ കുറ്റൂർ പൂങ്കുന്നം MLA റോഡിൽ ഇലഞ്ഞിമരം തട്ട് ഉദ്ഘാടനം ചെയ്തു. മുൻ MLA TV ചന്ദ്രമോഹൻ, മുൻ മേയർ IP പോൾ, KPCC സെക്രട്ടറി A പ്രസാദ്, കോർപ്പറേഷൻ കൌൺസിലർമാരായ AK സുരേഷ്, സുനിത വിനു, അഡ്വക്കേറ്റ് S അജി, ഔഷധി മുൻ സൂപ്രണ്ട് ഡോക്ടർ KS രജിതൻ, ശരത് ചന്ദ്രൻ മച്ചിങ്ങൽ, സന്തോഷ് കോലഴി, KN നാരായണൻ, K ഗോപാലകൃഷ്ണൻ, KP രാധാകൃഷ്ണൻ, രാമചന്ദ്രൻ പുതൂർക്കര എന്നിവർ പ്രസംഗിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ കരുമത്ര മഹാത്മാ യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രകൃതിയെയും ഭൂമിയെയും സംരക്ഷിക്കുന്നതിന് പാതയോരങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടു. സംഘം പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ടിലിന്റെ അധ്യക്ഷതയിൽ കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ ജെയിംസ് കുണ്ടുകുളം, AA ബഷീർ, PL ഓനപ്പൻ, PT തോമസ് എന്നിവർ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചിട്ട് കരിമത്ര മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഭൂമിയെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഈ പ്രദേശത്തെ വഴിയോരങ്ങളിൽ മഹാത്മാ സംഘത്തിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ വെച്ചുകൊണ്ട് നമ്മൾ മരം ഒരു മരമാണെന്ന് പറഞ്ഞതുപോലെ ലോകത്ത് മുഴുവൻ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള വൃക്ഷത്തൈകളും മരങ്ങളും എല്ലാം വെട്ടിമുറിക്കുന്ന ഈ കാലത്ത് വരും തലമുറയ്ക്കെങ്കിലും ഒരു തണലാകുവാൻ വേണ്ടി ഒരു മരമായി നമ്മൾ വൃക്ഷത്തൈ നട്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് വടക്കാഞ്ചേരി ഫൊറോന വികാരി ഫാദർ വർഗീസ് തരകൻ കൊടിയേറ്റി. തിരുനാൾ ദിനം വരെ വൈകിട്ട് 5:30 ദിവ്യബലിയും നൊവേനയും ഉണ്ടാകും. രൂപതയിലെ വിവിധ വൈദികർ കാർമ്മികരാകും. തിരുനാൾ ദിവസം രാവിലെ ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് പൂമല ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ വികാരി ഫാദർ സിൻഡോ തുറയൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ പൂഴിക്കൽ തിരുനാൾ സന്ദേശം നൽകും. ഹാർമണി ഹാളിൽ ഊട്ടുനേർച്ച ആശീർവാദവും വിതരണവും നടക്കും. വികാരി ഫാദർ ജോജോ എടത്തിരുത്തി, മദർ സിസ്റ്റർ സെലസ്റ്റി CSS, ജനറൽ കൺവീനർ CR വർഗീസ്, കൈക്കാരന്മാരായ വിൻസെന്റ് തോമസ്, VP സാൻജോ, VT ജിനോ, VJ ഡേവിസ്, കൺവീനർമാരായ ജോണിറ്റ് ജിലപ്പള്ളി, ടോമി ആൻഡോ, VJ ജോജു, ജോൺസൺ ചിറക്കേക്കാരൻ, PP ഡേവിസ്, റിസൺ അക്കര, TV റപ്പായി, KG സിംസൺ എന്നിവർ നേതൃത്വം നൽകും. ജൂൺ 13 ഊട്ടുതിരുനാൾ. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത് പുത്തൂരിന്റെ അഭിമാനമായി മാറിയ മേജർ രാഹുൽ രവീന്ദ്രനാഥിനെ AIYF പുത്തൂർ മേഖലാ കമ്മിറ്റി ആദരിച്ചു. പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ വൃക്ഷത്തൈ നൽകുകയും നടുകയും ചെയ്തു. AIYF ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജിനീഷ് പീച്ചി, പുത്തൂർ ലോക്കൽ സെക്രട്ടറി TS മുരളീധരൻ, മേഖലാ സെക്രട്ടറി ഫ്രെഡി ഷാജു, മേഖലാ പ്രസിഡന്റ് സനു, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായ രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു.
തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. കോട്ടൺ മുണ്ടിന് JBC, കസവ് സാരിക്ക് JBC, കാവിലുങ്കിക്ക് ബിന്ദുസ്, ഫോർമൽ ഷർട്ടിന് അൽത്തോബി. JBC ബിന്ദുസ് അൽത്തോബി. വ്യക്തിത്വത്തെ നെയ്തെടുക്കുന്നു. JBC, ബിന്ദുസ്, അൽത്തോബി. JB കമ്പനി ഉൽപ്പന്നം, ഈറോഡ്. വാർത്തകൾ തുടരുന്നു. പോക്സോ കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവിജ സേതുമാധവനാണ് വിധി പ്രസ്താവനം നടത്തിയത്. വരന്തരപ്പള്ളി സ്വദേശി കൈതവളപ്പിൽ വീട്ടിൽ ശിവാനന്ദൻ എന്നയാളെയാണ് കോടതി ശിക്ഷിച്ചത്. 10 വർഷത്തെ കഠിന തടവിനും 50,000 രൂപ പിഴയും, പിഴ ഒടുക്കാതിരുന്നാൽ 3 മാസത്തെ കഠിന തടവിനുമാണ് ശിക്ഷിച്ചത്. പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. പോക്സോ കേസിൽ പ്രതിയെ 7 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. 11 വയസ്സുകാരിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലാണ് 7 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. കൊടകര സ്വദേശി അഴകത്ത് കൂടാരം വീട്ടിൽ ശിവൻ എന്നയാളെയാണ് കുറ്റക്കാരനെന്ന് കണ്ട് കോടതി ശിക്ഷിച്ചത്. ലേസൺ ഓഫീസർ TR രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. 50,000 രൂപ പിഴയും, പിഴ ഒടുക്കാതിരുന്നാൽ 3 മാസത്തെ കഠിന തടവിനും കൂടെ ശിക്ഷയുണ്ട്. പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. വലപ്പാട് ബീച്ച് സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ വാഹിദ് എന്നയാളുടെ പരാതിയിൽ മുറ്റിച്ചൂർ കോക്കമുക്ക് സ്വദേശി കരിക്കപ്പീടിക വീട്ടിൽ ഷജീറിനെയാണ് മുറ്റിച്ചൂരിലുള്ള വീട്ടിൽ നിന്ന് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ് MK, സബ് ഇൻസ്പെക്ടർ എബിൻ, CPOമാരായ സുനീഷ്, സന്ദീപ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക പരിസ്ഥിതി ദിനം, പുത്തൂർ പഞ്ചായത്ത് തല ആഘോഷങ്ങൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനം, മാന്നാമംഗലം വനം വകുപ്പ് വിവിധ വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഉപഭോക്തൃ കർഷക ഏകോപന സമിതി മേഖലാ കമ്മിറ്റി രൂപീകരിച്ച യോഗം സംസ്ഥാന പ്രസിഡന്റ് AB ശങ്കരൻ വരവൂർ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ 11ാം വാർഷികം, വിവിധ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നടത്തിയ ശില്പശാല കുമ്മനം രാജശേഖരനും ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.